ഹലോ, പച്ചമുളകിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ട്രഡീഷണൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ ആദിവാസികളുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്, കാട്ട് ചിക്കൻ കറിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത്. കുറച്ച് ഒരു 1-2 സാധനം ഞാൻ അഡീഷണൽ ആയിട്ട് അവരുണ്ടാക്കുന്നതിനേക്കാളും ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. കാരണം സാധാരണ മനുഷ്യർക്ക് കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടെങ്കിലേ, ഞാൻ പരീക്ഷിച്ച് കൊടുത്തപ്പോൾ പലരും ടേസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ 1-2 സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാട്ട് ചിക്കൻ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് മെയിൻ ചിക്കനാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ബോൺലെസ് എല്ലാം മറ്റതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് മുളക്, ഉണക്കമുളക്, പിരിയൻ മുളകാണെങ്കിലും യൂസ് ചെയ്യാം, നോർമൽ വറ്റൽ മുളകാണെങ്കിലും യൂസ് ചെയ്യാം. അത് ഇവിടെ ഒരു 1/2 കപ്പ് വിനിഗറിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ ചെറിയ ഉള്ളി ഇതൊരു 100 ഗ്രാമിന് പുറത്തുണ്ട് ചെറിയ ഉള്ളി. പിന്നെ ഒരല്പം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, എണ്ണ, വെളിച്ചെണ്ണ. ഇത്രയേ ഉള്ളൂ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിനാദ്യം തന്നെ നമുക്കിപ്പോൾ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക്, വിനിഗറിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അരച്ചെടുക്കാം. അപ്പോൾ മുളക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതുപോലെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു 4 വലിയ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു നമ്മൾ പാനിലേക്ക്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒരു 1 ടീസ്പൂൺ നിറച്ച് ഇട്ടാൽ മതി. വെളുത്തുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞും ചേർക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചതച്ചാണെങ്കിലും ചേർക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു 2 പീസ് ഇഞ്ചി ഇട്ടാൽ മതി. അത്രയും ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിയാൽ മതി ഇഞ്ചിയുടെ. ആക്ച്വലി ആദിവാസികൾ ചെയ്യുമ്പോൾ അവർ കാട്ടിഞ്ചിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ ഈ നാട്ടിലുള്ള ഈ ഇഞ്ചിയല്ല, കാട്ടിഞ്ചി വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ അവർ വെളുത്തുള്ളി ഉപയോഗിക്കാറുമില്ല. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് മൂത്ത് ആ മണം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ കുറച്ച് നനവിൻ്റെ അംശമുണ്ട്. ആക്ച്വലി വീട്ടിൽ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം നല്ല തോർത്തി തന്നെ എടുക്കുക. കാരണം എണ്ണയിലേക്ക് ആദ്യം ഇടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കുക. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്, ഇതിപ്പോൾ ബോൺലെസ് ആയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, അതും ബ്രോയിലർ ചിക്കൻ അല്ലേ. അപ്പോൾ ഒരു 5 to 6 മിനിറ്റ്സ് ഇതൊന്ന് വേകട്ടെ. അതുവരയ്ക്കും നമുക്കൊരു ബ്രേക്ക് പോവാം. വെൽക്കം ബാക്ക്. നമ്മൾ കാട്ട് ചിക്കൻ വേഗം വെച്ചിരിക്കുകയായിരുന്നല്ലോ. ഇനി അത് എന്തായെന്ന് നോക്കാം. ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റാണ് ചിക്കൻ ഇട്ട് കൊടുത്തത്. എന്നിട്ടും ഇതിലേക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ഇതൊരു പകുതി വേഗമായിട്ടുണ്ടേ.
ഈ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന വിനിഗറിൽ സോക്ക് ചെയ്ത മുളക്, ഉണക്കമുളക് മുളക് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ പിരിയൻ മുളക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ കിട്ടും. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് ആകട്ടെ. ഇപ്പം നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ വിനാഗിരിയിലല്ലേ മുളക് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പുളിരസവും നല്ല എരിവും ഒക്കെ ഉണ്ടാകും. ചെറിയുള്ളി ഓവർ കുക്ക് ആകേണ്ട ആവശ്യമില്ല, ഒന്ന് ഇതായാൽ മതി. ഇത് നമുക്ക് എന്താ പറയുക, ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കഴിക്കാൻ പറ്റുന്നതാണ്. മുന്നേയാണ് അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഉള്ളി അവർ യൂസ് ചെയ്യുന്നതും നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഉള്ളിയല്ല പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർ കാട്ടുള്ളി എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ കാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ബോൺലെസ് ചിക്കനിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആർക്കെങ്കിലും ലഞ്ചോ എന്തെങ്കിലും കൊടുത്തുവിടാനുണ്ടെങ്കിൽ ചപ്പാത്തിക്കകത്തൊക്കെ റോൾ ചെയ്ത് വെച്ച് കൊടുത്തുവിടാം. സാധാരണ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പണ്ടുള്ള ആദിവാസികൾക്കൊക്കെ നല്ല ഒരു 90, നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണില്ലേ 98 വയസ്സായ ഇന്ന അമ്മൂമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ. ആക്ച്വലി ഏജ് കൂടുതൽ വരെ അവർക്ക് ലൈഫ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫുഡിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. അവർ ചുറ്റുവട്ടത്ത് നിന്ന് കാണുന്ന സാധനങ്ങൾ തന്നെയാണ് അവരുടെ ഭക്ഷണ യോഗ്യമാക്കി മാറ്റുന്നത്. നമ്മൾ മടിക്കുന്ന പല സാധനങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അവർ നല്ല ടേസ്റ്റി ഫുഡാക്കി മാറ്റാറുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയും മിക്സ് എല്ലാം കൂടി നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില, കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ഓൾറെഡി വിനീഗർ ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു പുളിപ്പ് കുറച്ചൊന്ന് മിതമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഒരു പിഞ്ച് ഓഫ് ഷുഗർ ഒന്ന് ഡസ്റ്റ് ചെയ്യാണ് ഇതിലേക്ക്. അതുകൂടി ചേർത്ത് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഇത് കുറച്ച് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെന്ന്. അവർ നോർമൽ ആദിവാസികൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ആക്ച്വലി നമുക്ക് ഈ കൂവക്കിഴങ്ങ് വരെ കൊണ്ടുവന്ന് പായസം ഉണ്ടാക്കാമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ആദിവാസികളാണ്. ഇപ്പോൾ ഏത് പായസം ഫെസ്റ്റിവലിന് പോയാലും കൂവക്കിഴങ്ങ്, അതുപോലെ തന്നെ മുളയരി പായസം ഒക്കെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും അവരുടെ കാട്ട് ചിക്കൻ കുറച്ച് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ആഴ്ച ഇത് തീർച്ചയായും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അടുത്ത ഗസ്റ്റുമായി വീണ്ടും കാണാം. ബ്രേക്ക്.